ആലത്തൂർ ദേശീയപാത മേൽപ്പാലം പണിയിൽ വെള്ളക്കെട്ടിലായി വീടുകൾ. തോട്ടിലെ ബണ്ട് പൊട്ടിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. ദുരിതം പേറി കുടുംബങ്ങൾ. ആലത്തൂർ ദേശീയപാതക്കരികിലെ കേരളപ്പറമ്പിൽ ഇപ്പോൾ നല്ല വെള്ളക്കെട്ടാണ്. കാരണം ദേശീയപാത നവീകരണം. കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്ത മഴയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാക്കിയിരിക്കുന്നത്. 15 വർഷം മുമ്പ് ദേശീയപാതയ്ക്കായി വിട്ടു നൽകിയ ശേഷം പുതിയ വീട് കെട്ടിയ സ്ഥലവും വഴിയും വെള്ളക്കെട്ടിലായതോടെ നിസ്സഹായതയിലാണ് ഇസ്മയിലും കുടുംബവും. ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഇസ്മയിലിനും കുട്ടികൾക്കും വെള്ളക്കെട്ടിലൂടെ വേണം വീട്ടിലേക്ക് എത്താനും പെരുമാറാനും. ആയാർകുളം തോടിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. ദേശീയപാതയുടെ പണിക്കായി ജോലിക്കാർ ഇവിടേക്ക് വെള്ളം എത്തിച്ചതാണ് പ്രശ്നമായത്. സമീപത്തെ കൾവേർട്ട് പണി കഴിഞ്ഞതോടെ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉറപ്പായെന്ന് ഇസ്മയിൽ പറയുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 15 സെൻറ്റ് സ്ഥലവും വീടും ഗവൺമെൻറ് ഏറ്റെടുത്ത വ്യക്തിയാണ് ഞാൻ. മഴവെള്ളക്കെട്ടിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ദേശീയപാത കൽവർട്ടുകളുടെ പണി പൂർണ്ണമായി നടന്നിട്ടും ദേശീയപാത കൽവർട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന മെറ്റീരിയൽസും മണ്ണും നീക്കം ചെയ്യാത്തത് കൊണ്ടും താൽക്കാലികമായി കൽവർട്ട് പണിയുന്നതിന് വേണ്ടി വെള്ളം തുറന്നു വിട്ട സ്ഥലം അത് അടച്ച് വെള്ളം മറ്റ് 25 കോടി ഉറുപ്പ്യ ചെയ്ത ബൈപ്പാസിലൂടെ വെള്ളം വിടാതെ ഞങ്ങളുടെ വീട്ടിലേക്കും പാടശേഖരങ്ങളിലേക്കും വേണ്ടി വെള്ളം വിട്ട് അധികാരികൾ ഞങ്ങളെ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരും മറ്റധികാരികളും ഞങ്ങളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുകയാണ്. വികസനം വേണം. വികസനത്തോടു കൂടി തന്നെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നം പറഞ്ഞു വെച്ചാൽ മഴവെള്ളമാണ്. മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിത്തരണം. കഴിഞ്ഞ ഈ ദേശീയപാത അടിപ്പാതയുമായി ബന്ധപ്പെട്ട് കളക്ടർ വന്നപ്പോൾ ഈ ചളിയെല്ലാം നീക്കം ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് സുരക്ഷിതമാക്കി ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ അടിപ്പാതകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കൽവർട്ടുകളുടെ പണി പൂർണ്ണമായി നടന്ന ശേഷവും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനവും ഒരു പണിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഏക്കർ കണക്കിന് കൃഷിസ്ഥലങ്ങൾ നെല്ല് ഇടാതെ ഇരിക്കുകയാണ്. ഈ ആലത്തൂർ ഈ ആയർകുളത്തിൻ്റെ അവിടെയുള്ള കൽവർട്ടിൽ തടസ്സം നിൽക്കുന്ന കാരണമാണ് ഈ വെള്ളം വരുന്നത്. ഈ വെള്ളം വരുന്നതിനെ പൂർണ്ണമായി ഒഴിപ്പോകാനുള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി വെള്ളം പോകാനുള്ള സംവിധാനം ചളി നീക്കം ചെയ്യുകയോ കൽവർട്ടുകൾ പണി കഴിഞ്ഞാലെങ്കിലും അത് തുറന്ന് വൃത്തിയാക്കേണ്ട ചുമതലയോ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വളരെയധികം വിഷമത്തോടുകൂടി കേന്ദ്ര സർക്കാരിനോടും കേരള ഗവൺമെൻറ്റിനോടും ഹൈവേ അതോറിറ്റിയോടും PST കമ്പനിയോടും അപേക്ഷിക്കുകയാണ്. ഈ സോതി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇവരുണ്ടാക്കുന്ന മേൽപ്പാലത്തിന് ഇന്നല്ലെങ്കിൽ നാളെയും ദോഷം ചെയ്യുകയും ഇവിടെ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്യും. 10ഓളം വീടുകളാണ് ഇവിടെ ദുരിതത്തിലായിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.